മലയാളികളുടെ ഏറ്റവും ആളുകൾ കൂടുന്ന ഉത്സവം ഏതാണ്? കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ള തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ മഹത്വം, അവിടെ ആണ് ഏറ്റവും കൂടുതൽ ആനകളും ഒത്തുചേരുന്നത്, മനുഷ്യരും ഒത്തുചേരുന്നത്. ഏതാണ്ട് 5 ലക്ഷം മനുഷ്യർ അവിടെ നോക്കി നിൽക്കുമ്പോഴാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ 30 ആനകളും പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ 30 ആനകളും വടക്കുംനാഥൻ്റെ ഗോപുരക്കെട്ടിൽ കുടമാറ്റത്തിനായിട്ട് ഒത്തുചേരുന്നത്. ഈ കുടമാറ്റത്തിന് ഒത്തുചേരുന്ന ഈ ആനകൾ 5 ലക്ഷം മനുഷ്യർ നോക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു കൊമ്പനാന പോലും ഇതുവരെ ഒരു ട്രൗസർ ഉടുത്തിട്ടില്ല. ഒരു പിടിയാനയും ഇതുവരെ ഒരു പാവാട ധരിച്ചിട്ടില്ല. കാരണം അന്നും ധരിച്ചിരുന്നില്ല, ഇന്നും ധരിക്കുന്നില്ല, ഒരിക്കലും ധരിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ വികാസം എന്താണെന്ന്? പക്ഷിമൃഗാദികൾക്ക് വികാസമില്ല. വികാസമുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആ വികാസത്തിന് മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാനദണ്ഡമാണ്, ഒരു പ്രതീകമാണ് പ്ലസ് എന്നത്. അത് ഇന്ത്യയിലും ലോകത്തെല്ലാ രാജ്യത്തും ഈ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ അതിന് കൂട്ടണം എന്നും അധികം എന്നും പറയും. ഈ പ്ലസ് എന്ന ചിഹ്നത്തിൻ്റെ അർത്ഥം എന്താണ്? അതറിയണം, അപ്പോഴാണ് അർത്ഥം മനസ്സിലാവുന്നത്. പ്ലസ് എന്ന ചിഹ്നം, നമ്മൾ മനുഷ്യൻ്റെ വികാസത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കാറുണ്ടല്ലോ, ഗ്രാഫ്, കണക്കിലെ ഗ്രാഫ് പഠിച്ചിട്ടില്ലേ? അതിൽ ഭൂമിക്ക് സമാന്തരമായ രേഖയ്ക്ക് എക്സ് ആക്സിസ് എന്നും ഭൂമിക്ക് ലംബമായ രേഖയ്ക്ക് വൈ ആക്സിസ് എന്നും പറയും. ഇംഗ്ലീഷിൽ അതിന് ഹൊറിസോണ്ടൽ, അല്ലേ, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയും. ആ ഭൂമിക്ക് സമാന്തരമായ രേഖയ്ക്ക് എക്സ് എന്ന് പറയുന്നത് വാക്കിൻ്റെ പരന്ന അർത്ഥമാണ്, പരന്ന അർത്ഥമാണ്. രണ്ടാമത്തത് ആഴത്തിലുള്ള വൈ ആക്സിസ് വാക്കിൻ്റെ ആഴത്തിലുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു വാക്കിന് പരപ്പും ആഴവും ഉണ്ട്. ആ പരപ്പും ആഴവും പഠിച്ചിട്ടില്ലെങ്കിൽ അനർത്ഥത്തിലേക്ക് പോകും. പിടികിട്ടിയോ? അനർത്ഥത്തിലേക്ക് പോകും. ഗുരു എന്ന വാക്ക് എപ്പോഴാണ് പ്ലസ് ആവുന്നത്? ഗുരു എന്ന ശബ്ദം ഗുരുവിനെ ഓർക്കുന്നവരും സ്മരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പിന്തുടരുന്നവരും കൃത്യമായി മനസ്സിലാക്കണം. ഗുരു എന്ന വാക്കിന് അമരകോശം എന്ന സംസ്കൃതത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ആ അമരകോശമെന്ന നിഘണ്ടു എന്ന് മാത്രം അതിനെ പറഞ്ഞാൽ പോരാ, സംസ്കൃത ശബ്ദങ്ങളുടെ ഏറ്റവും നല്ല വ്യാഖ്യാന ഗ്രന്ഥമാണ് അമരകോശം. ഈ നിഘണ്ടുവിൽ ഗുരു എന്ന ശബ്ദത്തിന് പറയുന്നത് ഗും രുഗ്യതേ ഇതി ഗുരു എന്നാണ്. ഗും എന്ന വാക്കിന് അന്ധകാരം എന്നാണ് അർത്ഥം. രുഗ്യതേ എന്ന് പറയുന്നത് തടയുന്നവൻ എന്നാണ്. നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും അന്ധകാരം തടയുന്നവൻ ആണ് ഗുരു. വെളിച്ചം നിറക്കുന്നവൻ ആണ് ഗുരു. മനുഷ്യൻ അകത്ത വെളിച്ചമുള്ളപ്പോഴാണ് മനുഷ്യനായത്. പുറത്തെ വെളിച്ചം മനുഷ്യർ വരുന്നതിന് മുമ്പ് പക്ഷിമൃഗാദികൾ കണ്ടിരുന്നു, അല്ലേ? കണ്ണ് എന്ന അവയവം ജന്തുജാലങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ കാലത്തും പ്രകൃതി സൃഷ്ടിച്ചിരുന്നു. കണ്ണ്, ഈ കണ്ണ് എന്ന അവയവം പുറത്തുള്ള പ്രകാശത്തെ നേർത്ത സ്ഥലങ്ങളിലൂടെ വലിച്ചെടുത്ത് കണ്ണിൻ്റെ റെറ്റിനയിൽ പതിപ്പിച്ച് ആ റെറ്റിനയിൽ പതിക്കുന്ന പ്രകാശത്തെ തിരിച്ചറിയുവാനുള്ള സംവേദന ഗ്രന്ഥികൾ തലച്ചോറിലുണ്ട്. അവിടെ എത്തിച്ച് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഈ പ്രകാശത്തെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന കണ്ണ് എന്ന അവയവം, ആ അവയവം എല്ലാ മൃഗങ്ങൾക്കും ഉണ്ടായിരുന്നു, മനുഷ്യന് മാത്രമല്ല. പക്ഷേ ആ അവയവത്തോടൊരുമിച്ച് കാതും നാവും, അല്ലേ, പിന്നെ മൂക്കും ത്വക്കും പഞ്ചേന്ദ്രിയങ്ങളാകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ 5 വാതിലുകളിലൂടെ ഇതിനെ മിക്സ് ചെയ്ത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ മൂല്യവും അതിൻ്റെ പരിപ്രേക്ഷ്യവും അതിൻ്റെ പരിവേഷവും നിശ്ചയിച്ച് മനസ്സിലാക്കുന്ന വെളിച്ചം മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ആനയെപ്പറ്റി പറഞ്ഞു, എന്നാൽ നമ്മൾ ആനയെപ്പറ്റി പറഞ്ഞ ആനയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതുവരെ ആനയ്ക്ക്
അറിയില്ല തൻ്റെ പേര് ആനയാണെന്ന്. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഒന്നിനും പേരുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഭൂമിക്ക് ഭൂമിയെന്നോ ആകാശത്തിന് ആകാശമെന്നോ ചന്ദ്രന് ചന്ദ്രനെന്നോ പേരുണ്ടായിരുന്നില്ല. നമ്മൾ വന്നതിന് ശേഷമാണ് എല്ലാറ്റിനും പേരിട്ടത്. അതെങ്ങനെയാണത് കഴിഞ്ഞത്? നമ്മൾ വന്നതിന് ശേഷമാണ് എല്ലാറ്റിനെയും തിരിച്ചറിഞ്ഞത്. അറിവും തിരിച്ചറിവും എന്താ വ്യത്യാസം? എല്ലാം ഇങ്ങനെ കാണുന്നത് വേർതിരിച്ച് അത് വേറെ ഇത് വേറെ എന്ന അറിവ്, അതാണ് തിരിച്ചറിവ്. മനുഷ്യന് തിരിച്ചറിവ് വർദ്ധിക്കുമ്പോഴാണ് അവൻ്റെ ജ്ഞാനം വർദ്ധിക്കുന്നത്. ആകാശത്തെ നക്ഷത്രങ്ങളെ എല്ലാം നോക്കിയിട്ട് ആ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ വലിയ നക്ഷത്രമായിട്ട് ഒരു നക്ഷത്രം നമ്മൾ നിശ്ചയിച്ചു. ആ നക്ഷത്രത്തിൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. നക്ഷത്രങ്ങളുടെ രാജാവാണ്, ഉടുക്കലുടെ പതിയാണ്. ചന്ദ്രന് 27 ഭാര്യമാരുണ്ട് അല്ലേ? ചന്ദ്രന് 27 ഭാര്യമാരുണ്ട്. അശ്വതി മുതൽ രേവതി വരെ 27 ഭാര്യമാർ, 27 നക്ഷത്രങ്ങൾ. അതിലേറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആരാണ്? ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ചിത്രയാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ടാവുന്നത്? ചന്ദ്രന്റെ തൊട്ടടുത്താണ് ചിത്ര ഉണ്ടാവുക. കേട്ടിട്ടുണ്ടോ? മലയാളത്തിലൊരു സിനിമാ പാട്ടുണ്ട്, ചിത്ര പാടിയ ചിത്ര നക്ഷത്രത്തെക്കുറിച്ചുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? ചിത്ര നക്ഷത്രമിന്ന് രാവിൽ ശീതാംശുവീനോ ഒത്തു ചേരുവാനോടി അണഞ്ഞതെന്തേ, അതിൻ പൊരുൾ നിനക്ക് ദൂമാറിയില്ലല്ലോ എന്നൊരു പാട്ട് ഓർമ്മയില്ലേ? ആ പാട്ടില് ഇന്ദ്രനീലിമയോലും ഒരു പാട്ട് ഓർമ്മയില്ലേ? വൈശാലി സിനിമയിൽ ചിത്ര നക്ഷത്രം ചന്ദ്രന് തൊട്ടടുത്ത് നിൽക്കുന്നു. അപ്പൊ നക്ഷത്രങ്ങളുടെ രാജാവാണ് ആര്? ചന്ദ്രൻ. നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ അല്ലേ? പക്ഷെ ഇത് തിരിച്ചറിവ് കൂടുതലായപ്പോഴാണ് മനുഷ്യന് മനസ്സിലായത് ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ രാജാവല്ല, നക്ഷത്രങ്ങളുടെ ഗ്രഹമല്ല, ഉപഗ്രഹം മാത്രമാണെന്ന് തിരിച്ചറിവുണ്ടായി. ഉപഗ്രഹം മാത്രമാണെന്ന തിരിച്ചറിവുണ്ടായി ഇല്ലേ? ആ തിരിച്ചറിവിന്റെ വികാസത്തെയാണ് സത്യാന്വേഷണം എന്ന് പറയുക. നമ്മൾ കണ്ട സത്യങ്ങളൊന്നും സത്യമല്ല. പുതിയ സത്യം, നിശേഷ സത്യം. ഈ നിശേഷ സത്യത്തെപ്പറ്റി മനുഷ്യൻ ചർച്ച ചെയ്യാൻ ആരംഭിച്ചൊരു കാലം ഭാരതത്തിലുണ്ടായിരുന്നു. ആ കാലം ഏതാണെന്ന് അറിയുമോ? ആ കാലത്തെയാണ് ഉപനിഷത്ത് കാലം എന്ന് പറയുക. എന്താണ് ഉപനിഷത്ത്? ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപനിഷത്താണ്. നമ്മൾ എന്തിനാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്? നമ്മൾ ഇന്ന് വരെ കണ്ട മനസ്സിലാക്കിയ സത്യങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഒരു സത്യം ബോധ്യപ്പെടാതെ ഇവിടുന്ന് തിരിച്ചു പോയാൽ ഈ പരിപാടി നടത്താൻ വേണ്ടി ചെലവഴിച്ച പണവും ഈ പരിപാടിക്ക് വേണ്ടി ഏതാണ്ട് ഒരു 2,000-3,000 കിലോമീറ്ററിനപ്പുറത്തും ഞാൻ ഇവിടെ വന്നതും എല്ലാം വ്യർത്ഥമാകും. പുതിയ സത്യങ്ങൾ തിരിച്ചറിയണം. പുതിയ സത്യങ്ങൾ തിരിച്ചറിയാൻ ഉപവിഷ്ടരാവണം, അടുത്തിരിക്കണം. ഗുരു പറഞ്ഞ സംഘടിച്ച് ശക്തരാവുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഒരുമിച്ച് ശരീരങ്ങൾ ചേർന്നിട്ട് ആക്രമിക്കാനും ബാർഗൈൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ശക്തിയല്ല ഗുരു ഉദ്ദേശിച്ച സംഘടിച്ച് ശക്തരാവൽ. മനസ്സുകൾ ഒത്തുചേർന്നിട്ട് നമ്മുടെ ആന്തരികവും വൈജ്ഞാനികവുമായ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ്. അതാണ് ഗുരു പറഞ്ഞത്. വാദിക്കാനും ജയിക്കാനുമല്ല ഒത്തുചേരുന്നത്, അറിയാനും അറിയിക്കാനുമാണ്. എങ്ങനെയാണ് സംഘടിച്ച് ശക്തരാവുന്നത്? ഒരു യഥാർത്ഥ ശരിയാവുന്നത് എപ്പോഴാണെന്നറിയോ? എൻ്റെ ശരിയാവുന്നത് എൻ്റെ ശരിയും നിങ്ങളുടെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയാവുമ്പോഴാണ്. അതാണ് ഉപനിഷത്ത്. ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നതാണ്. നിസ്സത്തോ നിശേഷ സത്ത്. എന്താ നിശേഷ സത്ത്?
അല്പം പോലും കളവോ അസത്യമോ അതിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത പരിപൂർണ സത്യത്തെയാണ് നിശേഷ സത്യം എന്ന് പറയും. സത്യങ്ങൾ ഒരുപാടുണ്ട്, അസത്യങ്ങളും ചിലപ്പോൾ സത്യമാവും അല്ലേ? നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഭയന്ന് പറച്ച് ഓടി വരുന്നു. ഓടി വന്നിട്ട് അവരൊരു സ്ഥലത്ത് ഒളിക്കുമ്പോൾ അവർ പറയാം, ഞാനിവിടെ ഒളിച്ച കാര്യം നിങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കല്ലേ എന്ന് പറയുന്നു. അവരവിടെ ഒളിച്ച ഉടനെ ഒരു സംഘം ആളുകൾ ഈ സ്ത്രീ ആക്രമിക്കാൻ വേണ്ടി ഓടി വരുന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുക, ഒരു സ്ത്രീ ഇതുവഴി പോകുന്ന കണ്ടോ? അപ്പോൾ നിങ്ങൾ സത്യം മാത്രമല്ലേ പറയാൻ പാടുള്ളൂ? സത്യം വദ ധർമ്മം ചര. അതുകൊണ്ട് സത്യങ്ങളുള്ള പോലെ ആ സ്ത്രീ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഉണ്ട് അവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് സത്യം പറഞ്ഞാൽ അത് സത്യമാണോ? അല്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന അസത്യമാണ് അവിടെ സത്യം. മനസ്സിലായോ? അപ്പോ അസത്യവും ചിലപ്പോൾ സത്യമാണ്. ആപേക്ഷിക സത്യം സത്യമാണ്. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സത്യമാണോ? സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി കറങ്ങുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ജംഗ്ഷനുകളിൽ ഒരുപാട് ട്രെയിനിൻ്റെ കൂട്ടത്തിൽ നിർത്തിയിടുമല്ലോ. ഞങ്ങളവിടെ ഏറ്റവും കൂടുതൽ ട്രെയിൻ നിർത്തിയിടുന്നത് കേരളത്തിൽ ഷൊർണൂരാണ്. ഷൊർണൂരിൽ ഏറെ നേരം പകൽ സമയത്ത് ട്രെയിൻ നിർത്തിയിടുമ്പോൾ വണ്ടി പുറപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥരാകും. അവിടുത്തെ പ്ലാറ്റ്ഫോമിലെ ഇഡ്ഡലിയും വടയും തീരുന്നത് വരെ അവിടുന്ന് വണ്ടി വിടൂല. അപ്പോൾ അവിടെ നിർത്തിയിടുമ്പോൾ വണ്ടി ഒന്ന് പുറപ്പെട്ട കുറച്ച് കാറ്റ് കിട്ടുമായിരുന്നു, ഒന്ന് പകൽ സമയം ചൂട് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കും. കുറേ കഴിയുമ്പോൾ വണ്ടി പുറപ്പെട്ടു, ആശ്വാസമായി. പക്ഷെ പുറപ്പെട്ടിട്ടും കാറ്റ് വരുന്നില്ല. അത് അപ്പുറം ഇപ്പുറം ട്രെയിൻ ഉള്ളത് കൊണ്ടായിരിക്കാം കാറ്റ് വരാത്തത്. അവിടെ ഭാരതപ്പുഴയുടെ പാലം കടക്കുമ്പോൾ കാറ്റ് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബോധ്യാവുന്നു അപ്പുറത്തെ വണ്ടി പുറകോട്ട് പോയതാ, നമ്മൾ നിന്നിടക്ക് നിൽക്കുക. അത് നമ്മുടെ തോന്നലാണ്. ഇതാണ് ആപേക്ഷിക സത്യം. ഇതുപോലെയാണ് സൂര്യൻ ഉദിക്കുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതും, ആപേക്ഷികമാണ്. അപ്പൊ സത്യങ്ങൾ എങ്ങനെയുണ്ട്? അർദ്ധസത്യങ്ങളുണ്ട് ഇല്ലേ? വാതിൽ പകുതി ചാരിയിരിക്കുന്നു സമം വാതിൽ പകുതി തുറന്നിരിക്കുന്നു എന്നല്ലേ? അല്ലേ? അത് അർദ്ധസത്യമാണ്. അപ്പൊ അർദ്ധസത്യമുണ്ട്, അപൂർണ സത്യമുണ്ട്, ആപേക്ഷിക സത്യമുണ്ട്, ഇതിനപ്പുറത്തൊരു ആത്യന്തിക സത്യമുണ്ട്. ഈ സത്യത്തിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ ജോലി. അതാണ് നിസ്സത്ത്. പിടികിട്ടിയോ? ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെപ്പറ്റി അന്വേഷിച്ച് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയതാണ് ഉപനിഷത്ത്. അതാണ് ഉപനിഷത്തുകൾ. മനസ്സിലായോ?